ഹലോ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡ്ലർ ആൻഡ് ജഗ്ഗിൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റിയും അതേപോലെ സോഷ്യൽ ലേണിംഗ് തിയറിയും ഹോളിസ്റ്റിക് തിയറീസുമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ട്രൈ തിയറിയും ഫ്രോയിഡ് തിയറിയുമാണ് വളരെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കി 3 ക്ലാസിഫിക്കേഷനിലെ തിയറീസിൻ്റെ, അതായത് നമ്മൾ പറഞ്ഞു തിയറി പേഴ്സണാലിറ്റി തിയറി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു. പേഴ്സണാലിറ്റി തിയറിയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 5 ഗ്രൂപ്പായിട്ടാണ്. അതേതൊക്കെയാണ്? ട്രൈ തിയറി, ഫ്രോയിഡ് തിയറി, അഡ്ലർ ആൻഡ് ജഗ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറീസ് ആൻഡ് ഹോളിസ്റ്റിക് തിയറി. ഒരുപാട് അതായത് പേഴ്സണാലിറ്റി തിയറി എന്ന് വലിയൊരു സബ്ജക്റ്റാണ്. ഈ നമ്മുടെ സൈക്കോളജി പഠിപ്പിക്കുന്ന ആൾക്കാർ പഠിക്കുന്ന വലിയൊരു എന്താ പറയുക, ഒരു പേപ്പറാണ് അവരുടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് പഠിക്കണം. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ ട്രൈ തിയറി ഇവർ കുറേ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. അപ്പോൾ ഞാൻ ട്രൈ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഫ്രോയിഡ് തിയറി വളരെ എക്സ്പ്ലനേഷൻ കൂടുതലായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അതുകൊണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ്, 2 തിയറിയാണ്, ട്രൈറ്റും ഫ്രോയിഡാണ് വളരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അഡ്ലർ ആൻഡ് ജഗ്ഗൻ തിയറിയുടെ ശരിക്കും സൈക്കോ സോഷ്യൽ തിയറിയാണ് അത് അവിടെ വരുന്നത്. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറീസ് ഉണ്ട്, ഹോളിസ്റ്റിക് തിയറി ഉണ്ട്. ഈ 3 തിയറി വളരെ ഷോർട്ടായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ മിസ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ പറയുന്നത് ഏതാണ്? അഡ്ലർ ആൻഡ് ജഗ്ഗിൻ്റെ തിയറിയാണ്. അഡ്ലർ ആൻഡ് ജഗ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം അഡ്ലർ എന്താ പറയുന്നത് നോക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ബർത്ത് സമയത്തിന് ഇൻഫ്യോറിറ്റി എന്ന് പറയുന്ന ഒരു ഇൻഫ്യോറിറ്റി ഉണ്ടായിരിക്കുന്നു. ഒരു ബർത്ത്, അതായത് ഇൻഫ്യോറിറ്റിയും ബർത്ത് ഓർഡറുമാണ് ഒരു പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അഡ്ലറിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ, ശരിക്കും അഡ്ലറും ജഗ്ഗും ഈ ഫ്രോയിഡും തിയറി എന്ന് പറയപ്പെടും. അതായത് ഫ്രോയിഡിൻ്റെ അനുയായികൾ തന്നെയായിരുന്നു, അവരുടെ സ്കൂൾ ഓഫ് തോട്ട്സ് തന്നെയായിരുന്നു. എന്നാൽ ഈ ഫ്രോയിഡിൻ്റെ തോട്ട്സിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ആണ് ഈ അഡ്ലറും ജഗ്ഗും സംസാരിക്കുന്നത്. ഓക്കെ, തുടക്കത്തിൽ ഫ്രോയിഡായിരുന്നു, പിന്നെ സ്വന്തമായിട്ട് അവർ കണ്ടുപിടുത്തം നടക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഇൻഫ്യോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ ഈ കോംപ്ലക്സുകൾ ബൈ ബർത്തിൽ തന്നെ ഉണ്ടായിരിക്കും. കറക്റ്റ് സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻഫ്യോറിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, കോംപ്ലക്സിലേക്ക് ആയി പോവില്ല എന്ന്. ഓക്കെ, അതായത് അതുപോലെ തന്നെ ബർത്ത് ഓർഡറും ഈ നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളതാണ് അഡ്ലർ പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ അതുപോലെ ജഗ്ഗും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തിൻ്റെ പറയണത് അൺകോൺഷ്യസ് ആയുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയണത്. അതായത് പിന്നെ ജഗ്ഗ് പറയുന്ന അൺകോൺഷ്യസ് ഒരു ആസ്പെക്ട്സ്, സൈക്കോ അനാലിസിസിൻ്റെ ആസ്പെക്ട്സ്, അൺകോൺഷ്യസ് ആസ്പെക്ട്സ് ഉണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ. അക്കോർഡിംഗ് ടു ജഗ്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ പാരൻസിൽ നിന്ന്, അതായത് നമ്മളെ ആൻസെൻറ്റേഴ്സിൽ നിന്നാണ് നമ്മളെ ബിഹേവിയർ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി നമ്മൾ പാസ്റ്റ് ഓറിയൻറ്റഡ് ആണ്, പാസ്റ്റിൽ നിന്നുണ്ടാവും, പിന്നെ എന്താണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡും കൂടിയാണ്. ഇങ്ങനെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് തന്നെ എക്സ്പ്ലനേഷൻ നിർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് നമ്മളെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബർത്തിൻ്റെ ഓർഡർ, ഫസ്റ്റ് ചൈൽഡ്, സിംഗിൾ ചൈൽഡ്, സെക്കൻഡ് മിഡിൽ ചൈൽഡ്, യങ് ചൈൽഡ് എന്ന് പറഞ്ഞ ചൈൽഡുകളുടെ ഓർഡർ ഉണ്ടാവില്ല. അതായത് 1ാമത്തെ കുട്ടി, 2ാമത്തെ കുട്ടി, അവസാനത്തെ കുട്ടി. ഇവ ഓരോ കുട്ടികൾക്കും അവർ പേഴ്സണാലിറ്റിയിലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് കുട്ടിക്ക് ആ വീട്ടിലത്തെ അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ആ കുട്ടി ഇൻഫ്യൂർ ആയിട്ട് തന്നെയാണ്, മീൻസ് ആ കുട്ടിക്ക് കുഴപ്പമില്ലാത്ത ടാക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ബേബി ആകുമ്പോൾ ആ കുട്ടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഇൻഫ്യോറിറ്റി കോംപ്ലക്സിലേക്ക് മാറില്ല, അല്ലെങ്കിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് ആവില്ല. ഇൻഫ്യോറിറ്റി എന്ന് പറയുന്നത് അവർക്ക് ബർത്തിൽ നിന്ന് ഇൻഫ്യോറിറ്റിനെ കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്ത് മാത്രം പഠിച്ചാൽ മതി. മിസ് അഡീഷണൽ നോട്ട്സൊക്കെ തരാമെന്ന് ആദ്യം വിചാരിച്ചു ഇതന്നെ മതി, നിങ്ങൾക്ക് ഒരുപാട് പഠിപ്പിക്കേണ്ട, അപ്പം ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അഡ്ലർ ആൻഡ് ജഗ്ഗിൻ്റെ തിയറിയിൽ പറയണത്, അഡ്ലർ സ്ട്രെസ് ചെയ്യുന്ന സുപ്പീരിയോറിറ്റി, അതായത് നമ്മൾ ഇൻഡിവിജ്വലിനെ എപ്പോഴും ഒരു സുപ്പീരിയർ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അത് ആ സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കറക്റ്റായിട്ട് അതുപോലെ കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യുന്നില്ലെങ്കിലാണ് അതിൻ്റെ കോംപ്ലക്സിലേക്ക് മാറുകയുള്ളൂ എന്ന് പറയണത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് നമ്മളുടെ ഓരോ ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസും നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
ബയോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ലാതെ അതായത് ഇൻമേറ്റ്സ് അല്ലാതെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലാതെ സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ് പാരൻസിൻ്റെ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സുമായിട്ടുള്ളത്, ടീച്ചേഴ്സ്, അങ്ങനെ സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നു. അതായത് ബർത്തിൻ്റെ ഓർഡറും പാരൻ്റൽ ഇൻഫ്ലുവൻസും നന്നായിട്ട് പേഴ്സണൽ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മൾ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ബോറോവ് ചെയ്യുന്നത് നമ്മുടെ ആൻസിൻറ്റേഴ്സിൽ നിന്നാണ്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, അഡ്ലർ ആൻഡ് ജഗ് തിയറിയിൽ പറയണത്. ഓക്കെ, ക്ലിയർ ആയെന്ന് മനസ്സിലാക്കിയിരുന്നു. ഞാൻ അഡ്ലർ ആൻഡ് ജഗ് തിയറിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ.